മൃതദേഹമോ മൃതദേഹാവശിഷ്ടങ്ങളോ ലഭിക്കാതെ വിചാരണ പൂർത്തിയാക്കിയ കേരളത്തിലെ അപൂർവം കൊലക്കേസുകളിലൊന്നാണ് ഷാബ ഷെരീഫ് കേസ്. 2019 ഓഗസ്റ്റ് 1-നാണ് കേസിനാസ്പദമായ സംഭവം. പാരമ്പര്യ വൈദ്യനായ മൈസൂരു സ്വദേശി ഷാബ ഷെരീഫിനെ ചികിത്സയ്ക്കെന്നു പറഞ്ഞ് ഒന്നാം പ്രതി ഷൈബിൻ അഷ്റഫും കൂട്ടാളിയും വീട്ടിൽ നിന്ന് വിളിച്ചിറക്കി കൊണ്ടുവന്നു. ഒറ്റമൂലി രഹസ്യം ചോർത്താനായിരുന്നു പ്രതികളുടെ ലക്ഷ്യം. ഇതിനായി 1 വർഷത്തിലധികം ഷൈബിലിന്റെ നിലമ്പൂർ മുക്കട്ടയിലെ വീട്ടിൽ ഷാബ ഷെരീഫിനെ തടവിൽ പാർപ്പിച്ചു. രഹസ്യം വെളിപ്പെടുത്താതിരുന്നതോടെ ക്രൂരമർദ്ദനമായി. മർദ്ദനത്തിനിടെ 2020 ഒക്ടോബർ 8-നാണ് ഷാബ ഷെരീഫ് കൊല്ലപ്പെടുന്നത്. മൃതദേഹം കഷ്ണങ്ങളാക്കി ചാലിയാറിലൊഴുക്കി. മൃതശരീരം പുഴയിൽ തള്ളിയതിനാൽ അവശിഷ്ടങ്ങൾ കണ്ടെത്താൻ പോലീസിന് കഴിഞ്ഞില്ല. അതോടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന് പിൻബലവും ഇല്ലാതായി. കേസിൽ ഷാബ ഷെരീഫിന്റെ തലമുടിയുടെ DNA പരിശോധനാഫലം നിർണായകമായി. ഒപ്പം മാപ്പുസാക്ഷിയാക്കപ്പെട്ട 7-ാം പ്രതി നൌഷാദ് എന്ന മോനുവിന്റെ സാക്ഷിമൊഴികളും പ്രോസിക്യൂഷന് പിടിവള്ളിയായി. കേസിലാകെ 13 പ്രതികൾക്കെതിരെയാണ് കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചത്. 2 പ്രതികളെ പിടികൂടാനുണ്ട്. 1 പ്രതി ഫാസിൽ മരിച്ചു. മറ്റൊരു പ്രതി ഷമീം ഒളിവിലാണ്. 2024 ഫെബ്രുവരിയിലാണ് കേസിന്റെ വിചാരണ തുടങ്ങിയത്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.